എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ആരെങ്കിലുമൊക്കെ നിരാശപ്പെടുത്തിയതിൻ്റെ പേരിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ടോ? എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിപ്പിച്ച് ക്ഷീണിച്ചു പോയ ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ ഈ സെഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പീപ്പിൾ പ്ലീസേഴ്സ്, അവരെക്കുറിച്ചാണ്. സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു റിജിസ്റ്റേർഡ് സൈക്കോതെറാപ്പിസ്റ്റ് ജോസഫ് തോമസ്. ചേട്ടാ നമസ്കാരം. എൻ്റെ ആദ്യത്തെ ചോദ്യം, പീപ്പിൾ പ്ലീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്വന്തം ആവശ്യങ്ങളെ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവിത രീതിയാണ് നമ്മൾ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എപ്പോഴും ഒരു ഭയമുണ്ടാവും. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർ വിഷമിക്കുമോ, ഞാൻ നോ പറഞ്ഞാൽ ഇവർ വിഷമിക്കുമോ, അവർക്ക് ദേഷ്യം വരുമോ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയാൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ, ഞാൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താകുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചിന്തകളുള്ള വ്യക്തികളെയാണ് നമ്മൾ പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് എപ്പോഴും ഒരു ഭയമുണ്ടാകും. ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടമാകുമോ, ഞാൻ നോ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുമോ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്താൽ ഞാൻ സെൽഫിഷാണ് എന്ന് മറ്റുള്ളവർ പറയുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഭയങ്ങളോട് കൂടിയാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങൾ എപ്പോഴും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കും. എന്തുകൊണ്ടാണ് ഈ പീപ്പിൾ പ്ലീസിങ് എന്നുള്ളൊരു നേച്ചർ ഈ ആളുകളിൽ കാണപ്പെടുന്നത്? ഇത് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കുറേ സന്ദേശങ്ങൾ, നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജസ്, എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിക്കണം, എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിക്കണം, നീ മിടുക്കനാണ്, നീ കരയരുത്, ആരെയും വിഷമിപ്പിക്കരുത്. അപ്പം ഇങ്ങനെ കിട്ടുന്ന മെസ്സേജസിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ ആ കുഞ്ഞിന് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ഇമോഷൻസിനേക്കാളിലും എൻ്റെ നീഡ്സിനേക്കാളിലും ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ ആവശ്യത്തിലും മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും വേണ്ടിയാണ് എന്നുള്ളൊരു മെസ്സേജാണ് കുട്ടിക്കാലം മുതലേ ഈ കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, പിന്നീട് അവൻ വലുതാകുമ്പോൾ ഇതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വയം ഇല്ലാതെയായി ഇവരെന്ത് ചെയ്യുകയാണ്, ഇവരുടെ ജീവിതം ജീവിക്കുകയാണ്. ഇതെല്ലാം ഉടലെടുക്കുന്നത് കുട്ടിക്കാലത്ത് തന്നെയാണ്. അല്ല, അപ്പം നല്ല കുട്ടികളാവുക എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളല്ലേ? പിന്നെ അതൊരു പ്രശ്നമായിട്ട് പറയേണ്ട കാര്യമുണ്ടോ? നല്ല കുട്ടിയാകുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ നല്ല കുട്ടിയാവാൻ വേണ്ടി ജീവിക്കുക, ജീവിതത്തിൽ അവരുടെ ഇഷ്ടങ്ങൾക്കോ അവരുടെ ആവശ്യങ്ങൾക്കോ എന്ത് ചെയ്യുന്നില്ല, പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. നമുക്ക് കയ്യിൽ കുറച്ച് പൈസ ഇല്ല, നമ്മളുടെ മറ്റൊരു സുഹൃത്ത് വന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇല്ല എന്ന് പറയുന്നതിന് പകരം നമ്മൾ കടം മേടിച്ച് അത് കൊടുക്കുന്ന ഒരവസ്ഥ. അപ്പം ആ അവസ്ഥ എന്ന് പറയുന്നത് അത് ആ വ്യക്തിക്കും ചെയ്യാവുന്നതാണ്, ആ കടം മേടിക്കാമെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളടുത്ത് ചോദിക്കുന്ന പോലെ തന്നെ മറ്റൊരാളോട് ചോദിക്കാമല്ലോ. പക്ഷെ നമ്മളെന്ത് ചെയ്യും, അവരുടെ ആവശ്യമായിട്ട് അതിനെ ഇറങ്ങി തിരിച്ച് നിന്നിട്ട് അവർക്ക് വേണ്ടി ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും. പക്ഷേ പിന്നീട് ഇത് നമുക്ക് തന്നെ എന്തായി മാറും, അതൊരു പ്രശ്നമായിട്ട് മാറും. ഇങ്ങനത്തെ ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ സമൂഹത്തിന് ചുറ്റുമെന്ന് നോക്കിയാൽ. മറ്റുള്ളവരെ സഹായിച്ച് പെട്ടുപോയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതെല്ലാം ഈ പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ്. അത് നല്ല മനുഷ്യനാകുകയും സഹായിക്കുകയും കാരുണ്യം കാണിക്കുകയും ഇതൊന്നും തെറ്റല്ല. പക്ഷേ നിങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് അതൊരു പ്രോബ്ലമായിട്ട് വരുന്നത്. പലർക്കും ഞാനൊരു പീപ്പിൾ പ്ലീസർ ആണെന്ന് മനസ്സിലാവാണ്ട് ചിലപ്പോൾ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ അവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ചില സാധാരണ ലക്ഷണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, ഇവർക്ക് നോ പറയാൻ ഇവർക്ക് അറിയത്തില്ല. ഇവർ നോ പറയത്തില്ല. ഇവർ എത്ര അബ്യൂസിൽ കൂടെ പോയാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഇവർ ഇല്ല അല്ലെങ്കിൽ നോ, വേണ്ട എന്ന് ഇവർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. രണ്ടാമത്, ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ഇവരുടെ ഉള്ളിൽ അമിതമായിട്ടുള്ള കുറ്റബോധമാണ്. അയ്യോ, ഞാൻ ചെയ്തത് അവർക്ക് ബുദ്ധിമുട്ടായോ, അവരെ വേദനിപ്പിച്ചോ, ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ഒരു കുറ്റബോധം. മൂന്നെന്ന് പറഞ്ഞാൽ, ഇവർക്ക് എല്ലാവരെയും സഹായിക്കണം, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. നമ്മൾ സൂപ്പർമാൻ, സ്പൈഡർമാൻ എന്ന് പറയുന്നത് പോലെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മളുടെ സഹോദരങ്ങളെ രക്ഷിക്കണം, മാതാപിതാക്കളെ രക്ഷിക്കണം, നമ്മളുടെ സുഹൃത്തുക്കളെ രക്ഷിക്കണം, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകനായിട്ട് അവതരിച്ചതുപോലെയാണ് നമുക്ക് സ്വയമേ തോന്നുന്നത്. പക്ഷെ നമുക്ക് റിയാലിറ്റി വരുമ്പോൾ രക്ഷിക്കാനൊന്നും നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളത്, അതാണ് റിയാലിറ്റി ആയിട്ട് വരുന്നത്. 4, മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുക. അയ്യോ, അവൻ സങ്കടപ്പെട്ടിരിക്കുന്നു, അവൻ്റെ സങ്കടം തീർക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അവൻ്റെ സങ്കടം തീർക്കാൻ അവൻ എന്ത് ചെയ്യണമെന്നുള്ളതല്ല, ഞാൻ എന്ത് ചെയ്താൽ അവൻ്റെ സങ്കടം മാറും.
ഇപ്പോൾ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ പോയിരുന്നിട്ട് നിൻ്റെ സങ്കടത്തിൽ ഞാൻ പങ്കുചേരുന്നു എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരവസ്ഥയാണ്. നിൻ്റെ സങ്കടം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് അവൻ്റെ ആ സങ്കടം മാറ്റാൻ വേണ്ടി അവിടെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഒരു പ്രോബ്ലമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് മറ്റൊരാളുടെ സങ്കടത്തിൽ പങ്കുചേരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ അംഗീകാരത്തിന് വേണ്ടിയുള്ള ഒരാഗ്രഹം. നമ്മൾ എന്തുകൊണ്ട് പ്ലീസ് ചെയ്യുന്നു? നമ്മൾ അങ്ങനെ പ്ലീസ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരെല്ലാം നമ്മളെപ്പറ്റി നല്ലത് പറയുന്നു, നമ്മളെപ്പറ്റി അത് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിൽ കൂടെ നമുക്കൊരു അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു. അതും പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ ഒരു വൺ ഓഫ് ദ ലക്ഷണങ്ങളാണ്. പിന്നെ അവസാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കും. എന്തൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാലും അവർക്ക് അതിനോട് ഓപ്പോസിറ്റായിട്ടുള്ള അഭിപ്രായമാണെങ്കിലും അവരവിടെ ഒന്നും പറയത്തില്ല. കാരണം അവർക്ക് അവിടെ വഴക്കുണ്ടാക്കാനും അല്ലെങ്കിൽ അവരുടെ പോയിൻറ്റ്സ് ആണ് നല്ലതെന്ന് പറയാനൊന്നും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. കാരണം ആ കോൺഫിഡൻ്റായിട്ട് അവർ പറയാത്തതിൻ്റെ കാര്യം മറ്റുള്ളവർക്ക് ഇവരുടെ അഭിപ്രായം പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് അവർ ഈ വഴക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. വഴക്കുള്ളിടത്ത് നമ്മളത് അടിയെന്ന് പറഞ്ഞാൽ അവൻ മാറിപ്പോകുമെന്ന് പറയുന്നത് പോലെ സിമ്പിളാണ്. അവിടെ ഒന്നും അവൻ പറയാൻ ശ്രമിക്കത്തില്ല. അപ്പോൾ ഇത് ഒരാളിപ്പം പീപ്പിൾ പ്ലീസർ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം ഇപ്പോൾ വിവാഹം കഴിച്ചു, അത് അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതത്തെയും റിലേഷൻഷിപ്പുകളെയൊക്കെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ഇത് ജീവിതത്തിൽ നമ്മുടെ ജോലിയെ ബാധിക്കും, നമ്മളുടെ വിവാഹ ജീവിതത്തെ ബാധിക്കും. കാരണം വിവാഹ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം മറച്ചു വെച്ച് നമ്മളുടെ ഇമോഷൻസിനെ മാറ്റി വെച്ച് ഇഗ്നോർ ചെയ്ത് നമ്മൾ ഈ ഫ്രസ്ട്രേഷൻസ് എല്ലാം സഹിച്ച് നമ്മളെല്ലാം സഹനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മളുടെ ദേഷ്യമെല്ലാം നമ്മൾ അടക്കി വെക്കും, നമുക്കുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അടച്ചു വെക്കും. ഇതെല്ലാം അടച്ചു വെക്കുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ ചിന്തിക്കുക ഒരു ബലൂൺ പോലാണ്, ബലൂണിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിക്കുന്നു. അതേപോലെ നമ്മുടെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഒതുക്കി വെക്കുക. അറ്റ് വൺ പോയിന്റിൽ ഇത് നിറഞ്ഞ് കവിയും. അപ്പോൾ ഇതെന്ത് ചെയ്യും? നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് ചില ദാമ്പത്യത്തിൽ ചിലർ പറയുന്നത്, അങ്ങനെ എല്ലാം നല്ല മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് വലിയ മാറ്റം ഉണ്ടായി. കാരണം അദ്ദേഹം ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുമായിരുന്നു. ഒരു സമയമായപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ഇതെല്ലാം പൊട്ടിത്തെറിച്ച് വളരെ പ്രശ്നമുള്ളതായിട്ട് മാറുന്നു. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൂടി നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സമാധാനം കാക്ഷിക്കുന്നവരാകുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സമാധാനം കാക്ഷിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മൾ വികാരങ്ങളെ അടിച്ചമർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചമർത്തി വെക്കുന്ന വികാരങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശരീരത്തിൻ്റെ പുറത്തേക്ക് വന്നിരിക്കും. ദാറ്റ് ഈസ് ഹൗ ദ ബോഡി വർക്ക്സ്. അപ്പം പീപ്പിൾ പ്ലീസേഴ്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചു. അവരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഭയം എന്താണ്? ഇവർക്ക് ഒരുപാട് ഭയങ്ങളുണ്ട്. ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് നമ്മൾക്ക് അവഗണന ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ നമ്മളെ ആളുകൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി. ഇവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആളുകൾ ഇട്ടേച്ച് പോകുമോ, അല്ലെങ്കിൽ എനിക്ക് ആളുകളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. കാരണം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നുകൊണ്ട് ആളുകൾ എൻ്റെ അടുക്കലൊക്കെ വന്നില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയമാണ് ഇവരുടെ ഉള്ളിലുള്ള രണ്ടാമത്തെ ഭയം. മൂന്നാമത്തെ ഭയം എന്ന് പറയുന്നത് സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. അപ്പം എൻ്റെ ഭാര്യയോട് നോ പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് നോ പറഞ്ഞാൽ അവർക്ക് എൻ്റെ ഉള്ളിലുള്ള സ്നേഹം നഷ്ടപ്പെടുമോ? മോന് എന്നോട് ഒരു ഗെയിം മേടിച്ച് തരാൻ പറഞ്ഞു, ഞാൻ അവനോട് നോ പറഞ്ഞാൽ അവൻ എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. അപ്പം അങ്ങനെയുള്ള ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. പലരുടെയും ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചാൽ മാത്രമേ അവരെന്നെ സ്നേഹിക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നടക്കുക. കാരണം ആ സന്തോഷിപ്പിക്കുന്നതിൽ കൂടിയാണ് നമുക്ക് സ്നേഹം കിട്ടുന്നത് എന്നുള്ളത് നമ്മളുടെ ഒരു ചിന്തയുടെ പുറത്താണ് നമ്മളത് ചെയ്തു കൂട്ടുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് പകരം നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങാമോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ശതമാനം പ്രശ്നങ്ങളും നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ മാറും. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്നാണ് പറയുന്നത്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ് അല്ല. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ നല്ലതുപോലെ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ട് ഇപ്പോൾ ജീവിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിന് പുറത്ത് വരാനുള്ള വഴി എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഇമോഷൻസിൽ നമ്മുടെ വികാരങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കുക, ഇത് ഞാൻ ആർക്ക് വേണ്ടിയാണ് എടുക്കുന്നത്? എനിക്ക് വേണ്ടിയാണോ എടുക്കുന്നത്, അതോ മറ്റൊരാളെ എനിക്ക് നിരാശപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ പേരിലാണോ ഞാൻ ഈ തീരുമാനം എടുക്കുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ നമ്മൾക്ക് വേണ്ടി തീരുമാനം എടുത്തു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം മാറും. അപ്പം നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് തോന്നും, നമുക്ക് വില കൊടുക്കുന്നതായിട്ട് തോന്നും. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ ഒരു പീപ്പിൾ പ്ലീസിങ് ബിഹേവിയറിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയല്ല. എല്ലാവരെയും രക്ഷിക്കുക എന്ന് പറയുന്നതും നിങ്ങളുടെ ജോലിയല്ല. നിങ്ങൾക്ക് വിശ്രമിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവരും രക്ഷിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് ഉണ്ട്. ബൗണ്ടറി സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു എല്ലാ മനുഷ്യൻ്റെയും അവകാശങ്ങളിലൊന്നാണ്.
ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങളുടെ ത്യാഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിട്ടുവീഴ്ചകൾ കൊണ്ട് മാത്രമല്ല. നിങ്ങൾ നിലനിൽക്കുന്നത് പരസ്പര ബഹുമാനത്തോടെ ഭാഗമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ എവിടെയാണെങ്കിലും എല്ലാവരും പരസ്പര ബഹുമാനത്തിലാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. ഒരിക്കലും നമ്മൾ ഇല്ലാതെ ആയിക്കൊണ്ട് അല്ല. അതുകൊണ്ട് സ്വയമേ ചിന്തിക്കുക, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യേണ്ട സമയമാണിത്. ഷുവറായിട്ടും സ്റ്റാർട്ട് റീതിങ്കിങ്. അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായിട്ടും പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടി മറക്കരുത്. താങ്ക് യു.